റോഷൻ ചേട്ടന്റെ നോട്ടം ലെവലും അഭിനയവും വേറെ ലെവലാണ്. ഇവരെ പഠിക്കാനുണ്ട്. മൊത്തത്തിൽ കണക്കിന് വേറൊരു ചത്തപ്പച്ച വേണം. ചത്തപ്പച്ച ടൂല് പുള്ളി വേറെ ലെവലായിരിക്കും. അതെ, ആ ചത്തപ്പച്ചയുടെ സെറ്റ്സിൽ നിന്ന് പഠിച്ചതാണ് എനിക്ക് ഏറ്റവും വലുത്. അർജുൻ ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്തേക്കുന്ന രീതികളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റും. പുള്ളിക്ക് പറയണ ഇഷ്ടമില്ല പക്ഷെ എനിക്ക് പറയേണ്ടി പറ്റൂല. ഐ ലവ് യു. Fight scene in the sun that last 6 days I've already done that in Chattapacha. മമ്മൂക്ക എന്നോട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. ഞാൻ ലവ് യു മമ്മൂക്ക എന്നപ്പോൾ ലവ് യു ടു എന്ന് പറഞ്ഞു. അവര് നമ്മ ഓരോ മൂവ് ചെയ്യുമ്പോ പൊളിക്കണം ഇടക്കിടക്കണം നൈസ് സാധനം ചേട്ടാ. താങ്ക് യു. I create a master. So nobody want to see motion no more. They want shady. I'm sharp liver. Well, if you want shady, this is what I give you. A little bit of weed, mix some mad liquor. So walk a jump start my heart quicker than a shark when I get shot at the hospital. Saviour's humor sense versus Vetri's swag. Endum tough. No, Saviour's humor sense is big type. Yeah. Vetri's swag is also very big type. But we have to knock out on the sets or in the movie. In the movie. Yeah. Vetri's swag was very good. Okay. നയതന്ത്രപരമായിട്ടുള്ള ഉത്തരം എനിക്ക് വേണ്ട. നോക്കൗട്ട് ചെയ്യാം. പക്ഷെ സാവിയും സ്വാഗ് ആണല്ലോ. സാവി എന്തൊരു മാസം സ്വാഗ് ആണ്. സാവി ആൻഡ് വെട്രിയുടെ ഫൈറ്റിൽ സാവിയുടെ സ്വാഗ് അടിപൊളിയാണ്. ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷെ വെട്രിക്ക് ഒരു ലൈക്ക് സീരിയസ്നെസ് ഒരു വേറൊരു ടൈപ്പ് ഓഫ് ഉണ്ട്. നോട്ടൊക്കെ വേറെ ലെവലല്ലേ. എന്തിനെ കുറച്ച് തിയേറ്ററിൽ കണ്ടു. അപ്പൊ നോട്ടം പുള്ളി മറ്റേ ഇങ്ങനെ ഇന്റർവെല്ലിന്റെ മുമ്പ് റോഷൻ ചേട്ടൻ ഇപ്പൊ ഒരാളെ അടിക്കുവാണെങ്കിൽ പുള്ളി അടിക്കും നമുക്ക് ഉറപ്പ് തോന്നും. ആ രീതിക്കാണ് ആൾ നിൽക്കുന്നത്. അതെ അതെ അതെ. റോഷൻ ചേട്ടന്റെ നോട്ടം ലെവലും അഭിനയവും വേറെ ലെവലാണ്. ഇവരെ പഠിക്കാനുണ്ട്. ആ സെറ്റിൽ ഇവര് ഈ ഒരു ഇമോഷൻ വരുത്താൻ വേണ്ടി ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സെറ്റിനകത്ത് നടക്കും. അപ്പോൾ ഒരു സീനിന്റെ മുമ്പ് ഇവര് ചെയ്യണ പരിപാടികളൊക്കെ കാണും. ഒരു ആക്ടറിന് പഠിക്കാനത് മതി. അത് നോക്കിയിരിക്കുക. ക്യാരക്ടറിലേക്ക് വരുന്നതും ആ ഒരു ഇപ്പൊ ഈ ബോഡിയിൽ ഏത് നരമ്പ് പിടിച്ചിരിക്കണമെന്ന് വരെ അവർക്ക് ഒരു സെൻസ് ഉണ്ട്. മനസ്സിലായി? ആ ഒരു ഫ്രെയിമിൽ വരുമ്പോൾ അങ്ങനെയാണ് കറക്റ്റായിട്ട്. അത്രയും ഒരു സൂപ്പർ പെർഫോമൻസ് ആണ്. പ്രത്യേകിച്ച് റോഷൻ ചേട്ടൻ്റെ സ്പിയറും കിക്കൊക്കെ മനസ്സിലായ ഏറ്റവും ബെസ്റ്റ് WWE മൂവ്സ് ആണ് അതൊക്കെ. അത് പുള്ളി എന്ത് പെർഫെക്ഷൻ ആയിട്ടാണ് അത് മൊത്തത്തിൽ കണക്കിന് വേറൊരു ചത്തപ്പച്ച വേണം. ചത്തപ്പച്ച ടൂല് പുള്ളി വേറെ. അർജുൻ ചേട്ടന്റെ ആയാലും ആ മൂവ്സ് ഒക്കെ എല്ലാരും അടിപൊളിയല്ലേ. അവരെല്ലാരും അവര് ഞങ്ങളെക്കാളും മുമ്പേ തുടങ്ങിയതാണ് പ്രിപ്പറേഷൻസ്. ഞങ്ങള് വന്നത് എപ്പോഴാ? ഞങ്ങള് വന്നത് ഒരു ഈ ഷൂട്ടിന്റെ ഒരു 4-5 months ബാക്ക്. ആൻഡ് ആ ഫുൾ ടൈം ഞങ്ങൾ ട്രെയിനിങ് ആയിരുന്നു. വാട്ട് ദേ വർ ഡൂയിങ് വാസ് ലൈക്ക് ബിഫോർ എ ഇയർ. ഒരു വർഷം മുമ്പേ അവർ തുടങ്ങിയതാണ് ഇതിനു വേണ്ടി. പറഞ്ഞ അവര് വേറെ പടങ്ങളൊന്നും കമ്മിറ്റ് ചെയ്യാണ്ടും ഇതിന്റെ ക്യാരക്ടറിലേക്ക് ബിൽഡ് ചെയ്തതും ബോഡി ഇത്രയും സെറ്റാക്കിയതും അവരതിനു വേണ്ടിയുള്ള ഇവരെങ്ങനെയാന്ന് വെച്ചാൽ ഇവര് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ 3 പേരും 4 പേരും ഇഷാനും ഉണ്ട്. 4 പേരും ഇവര് ജിമ്മ് ചെയ്യും. ജിമ്മ് കഴിഞ്ഞാൽ പാർക്കൂർ ചെയ്യും. പാർക്കൂർ കഴിഞ്ഞാൽ മാർഷൽ ആർട്സ് ചെയ്യും. പിന്നെയും ജിമ്മ് ചെയ്യും. 4 നേരമാണ് ഒരു ദിവസം അവർ ഫുൾ ടൈം കമ്മിറ്റ് ചെയ്യണം. വേറെ എവിടെയും പോവില്ല, വേറെ റോൾസ് കൊടുക്കൂല. ഇത് തന്നെയാണ് ഇവർ 4 പേരും ഇത്രയും കമ്മിറ്റ്മെന്റ് ഉണ്ടായിട്ടാണ് ഇത് ചെയ്തേക്കണം. റോഷൻ ചേട്ടന് അർജുൻ ചേട്ടൻ മാത്രം പറഞ്ഞാൽ പോരാ, വിശാഖേട്ടനായപ്പോലും വിശാഖേട്ടൻ പെർഫോമർ is everything an actor can have, like ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആണ് പുള്ളി. പുള്ളിയുടെ ഇപ്പൊ ഈ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ പറഞ്ഞ സെറ്റ്സിൽ നമ്മ ഇവര് ചെയ്യണ പ്രവൃത്തികളാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ. ഒരു ആസ് എ ഫസ്റ്റ് ടൈം ആക്ടർ ആ ചത്താപ്പച്ചയുടെ സെറ്റ്സിൽ നിന്ന് പഠിച്ചതാണ് എനിക്ക് ഏറ്റവും വലുത്. കാരണം അത് ഇവരായിട്ട് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഇവരെ നമുക്ക് കണ്ടുപഠിക്കാൻ കുറെ ഉണ്ട് ഇവരുടെ. ഇവരത് ചെയ്യണമെന്ന് നമ്മൾക്കൊക്കെ ഞാനൊന്നും ചെയ്ത് നോക്കിയാൽ വർക്കാവോ? അത്രയും വർക്കായില്ലെങ്കിലും എന്തെങ്കിലും നമുക്കൊരു ഐഡിയ കിട്ടും. ഓക്കെ ഇറ്റ്സ് ഹെൽപ്പിങ് മീ. അത് സാധനം കിട്ടും. ഹെൽപ്പ് ചെയ്യേണ്ട സാധനം കിട്ടും. അവരും അറിയാതെ. പക്ഷെ അവരും നമ്മളെ പഠിപ്പിച്ചു തരാൻ ചെയ്യും. ദർ ഓൾവേസ് ഫ്രീ. ഓപ്പൺ ആണ് അവർ എല്ലാവരും. അവർ ഓപ്പൺ ആണ്. നമുക്ക് എന്തും ചോദിക്കാം, എന്തും പഠിക്കാം.
നമുക്ക് ഒരു ലൈഫിലെ എല്ലാ കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. ഈ ഇന്റർവ്യൂടെ കാര്യം വരെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അവരടുത്ത്. ഓക്കെ, കുഴപ്പമില്ല. അതാണ് അവര് ഗൈഡ് ചെയ്യും, ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അർജുൻ ചേട്ടനൊക്കെ ഹെൽപ്പ് ചെയ്തേക്കുന്ന രീതികളൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അമ്മ ആ രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്തില്ല. പുള്ളിക്ക് പറയണ ഇഷ്ടമില്ല ഞാൻ, പക്ഷെ എനിക്ക് പറയേണ്ടി പറ്റൂല. ഐ ലവ് യു. നെക്സ്റ്റ് വേണ്ട. വോൾട്ടറിന്റെ കൂടെ ഒരു ഡേ കൊച്ചി ഫുൾ കറങ്ങണം വേഴ്സസ് വോൾട്ടറിന്റെ കൂടെ ഒരു ഫൈറ്റ്. ഈസി നോക്കൗട്ട്. വോൾട്ടറിന്റെ കൂടെ ഒരു ഡേ ഫുള്ള് കറങ്ങാം. എനിക്കറിയാം. കാരണം വോൾട്ടറിനോട് ഫൈറ്റ് ചെയ്ത് തന്നെ വോൾട്ടർ എന്തായാലും എന്നെ തോപ്പിക്കും. അതെ, ഈസി ആണ്, ഞാനത് പറഞ്ഞു. ഈസി ആയിട്ട് നോക്കൗട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വണ് ചിലപ്പോൾ ടഫ് ആയിരിക്കും. എ ലോക്കൽ ഫൈറ്റർ ഇൻ ആൻ LJP മൂവി വേഴ്സസ് എ സ്റ്റൈലിഷ് മാസ് വില്ലൻ ഇൻ ആൻ അമൽ നീരജ് മൂവി. ബോത്ത് മൈ ഗോഡ്സ്. എൻ്റെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് ആണ് ഈ രണ്ടുപേര്. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് അവരുടെ വർക്ക് ചെയ്യണമെന്ന്. സോ അത് രണ്ടും എനിക്ക് വേണം. അമൽ നീരജിന്റെ മൂവിയിലെ സ്റ്റൈലിഷ് ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ തോന്നിയിട്ടുണ്ടോ? ഞാൻ ചെയ്യും. അത് പിന്നെ അതൊക്കെയാണ് സ്വപ്നം. ബിഗ് ബി ഒക്കെ കാണുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു സ്ലോ മോഷൻ ഒരു ഫ്രെയിം നമുക്ക് കിട്ടിയ എങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്നാ മതി സ്റ്റൈലിഷ് ആയിട്ട് നമ്മളെ. പിന്നെ അതൊക്കെ നമ്മുടെ ഡ്രീമാണ്. അതാണ് മാനിഫെസ്റ്റേഷൻ. ഏറ്റവും വലിയ ഏറ്റവും ഇഷ്ടമുള്ള ഡയറക്ടർ ആരാണ്? അല്ലെങ്കിൽ ഭാവിയിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഡയറക്ടറിന്റെ വർക്ക് ചെയ്യണം. എന്റെ ഏറ്റവും ഫേവറേറ്റ് ലിജോ ജോസ് സർ. ഓക്കെ, എപ്പോഴും അടുത്ത തന്നെ ഒരു വളം വരട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ. ആൻ ഇമോഷണൽ സീൻ ദാറ്റ് ടേക്സ് 20 takes versus a fight scene in the sun that lasts 10 days. Fight scene in the sun that lasts 6 days. I've already done that in Chattapacha. Okay. Beach fight. അബ്ദുൽ ചേട്ടൻ്റെ അടുത്ത് കറക്കുന്നത്. I mean, അത് മഴ വന്ന് പിന്നെ വെയിൽ വരും. അതൊക്കെ ഫുൾ വെയിലത്താണ് ചെയ്തേക്കണം. So, and the emotional scene, how many takes would it take? 20 takes. 20 takes for an emotional scene. Yeah. If it gets better, like a perfect scene ആയി മാറിക്കാൻ, of course I'll be happy with that. നമുക്ക് സണ്ണ് ചെയ്തു ലൈക്ക് ഇനി അത് പ്രിഫർ ചെയ്യോ? ലൈക്ക് നോക്കൗട്ട് ചെയ്യണം, ഏതപ്പം നോക്കൗട്ട് ചെയ്യണം? കിട്ടിയാ ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പൊ രണ്ടും പ്രശ്നമില്ല. ഞാൻ രണ്ടും ചെയ്യും. ഒന്ന് നോക്കൗട്ട് ചെയ്യണ്ട ഇപ്പൊ, എന്നാലും ചെയ്യണമെല്ലാം ചെയ്യും. ചെയ്യാൻ വേണ്ടി ഈ പണി ചെയ്തേക്കണം. ഓക്കെ, അടുത്തത് ഈസിയാണ് ആക്ച്വലി. ഗെയിനിങ് 100K followers on Instagram versus a photo and a voice message from Mammook. ഫോട്ടോ ആൻഡ് വോയിസ് മെസ്സേജ് ഫ്രം Mammook. ഓക്കെ, മറ്റേ നമുക്ക് നോക്കൗട്ട് ചെയ്യാം, അതിന്റെ ആവശ്യമില്ല. അത് ഇനിയും എപ്പോ കിട്ടിയാലും ഏത് സമയത്ത് കിട്ടിയാലും ഹാപ്പിയാണ്. ആദ്യം എനിക്ക് എൻ്റെ വീട്ടിൽ ചോദിക്കുമായിരുന്നു, ഷൂട്ടിങ് കഴിഞ്ഞപ്പോ മമ്മൂക്ക എന്തൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു മമ്മൂക്ക ആന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോ ആണോ പിന്നെ എന്ന് പറഞ്ഞു. ആ ഉമ്മും കിട്ടി. അതെ, അപ്പൊ ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്ന മമ്മൂക്ക എന്നോട് ഐ ലവ് യു ടു എന്ന് പറഞ്ഞു. ഞാൻ ലവ് യു മമ്മൂക്ക എന്നപ്പോ ലവ് യു ടു എന്ന് പറഞ്ഞു. പിന്നെ ഈ ഇടയ്ക്ക് കണ്ടപ്പോ സുഖമാണോ, സുഖം ഓരോ വേർഡും കൂടി വരുന്നുണ്ടല്ലോ. ലൈക്ക് ആദ്യം പുള്ളിക്ക് എന്നെ അറിഞ്ഞൂടാ, ഇപ്പൊ എനിക്ക് പുള്ളിക്ക് ഒരു ആ മുഖം പരിചയമുണ്ട്. അത് ഇവൻ ചത്താപ്പച്ചുള്ളവനാണ് എന്നറിയാം, ഒരു പുള്ളിക്ക് ഒരു ഇതുണ്ടെന്ന് അറിയാം. അപ്പൊ പുള്ളി ആ ഒരു സുഖമാണോ ഓക്കെ അല്ലേ, അതൊക്കെ മനസ്സിലായി. ഓ മമ്മൂക്ക ആ ഉമ്മും മാറി ലവ് യു ടു സുഖമാണോ ആക്കി എത്തി, അതുവരെ എത്തി. അപ്പൊ ഓഫ്കോഴ്സ് ഇനിയും എനിക്കത് കൂട്ടണമെന്നുണ്ട്. അടുത്തൊരു മൂവിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും മമ്മൂക്ക എന്തായാലും മെസ്സേജ് അയക്കും. മമ്മൂക്കയുടെ ഒരു സ്വഭാവം വെച്ച് വരാനൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു എന്താ വേറൊരു സെഗ്മെന്റ് ആണ്, ഒരു ചെറിയൊരു ടാസ്ക് ആണ്. ചത്താപ്പച്ചയിലെ ഡാറ്റുവിന്റെ ഒരു ഡയലോഗ് ഏതെങ്കിലും ചൂസ് ചെയ്യാം. അത് ഒന്നീൽ ചേട്ടന്റെ സ്റ്റൈലിൽ എങ്ങനെ പറയാൻ പറ്റുമെന്ന് കാണിക്കും. അയ്യോ ദൈവമേ, ഒന്ന് ട്രൈ ചെയ്യും. ദൈവമേ, ഡയലോഗ്സ് ഒക്കെ പറഞ്ഞിരിക്കണേ, ഒന്ന് ആലോചിച്ചൊക്കെ. ശരി, നമുക്ക് ലാസ്റ്റത്തേക്ക് ആക്കാം. റെസ്ലർ ആവാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ മഞ്ഞില്ല. പോട്ടെ, ചെയ്യണം കേട്ടോ, നോക്കാം നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് ചത്താപ്പച്ച ഫേസ്റ്റ് മൂവി, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോലെ ഫേസ്റ്റ് മൂവിയാണ്. സോ ആദ്യമായിട്ട് സ്ക്രീനിൽ സ്വന്തം ഫേസ് കണ്ടപ്പോ ഉണ്ടായിരുന്നൊരു റിയാക്ഷൻ? ഞാൻ പൊട്ടിക്കരയുന്നൊക്കെ ഓർത്ത. എന്താ പൊട്ടിക്കരയോന്നൊക്കെ ഓർത്ത് ഞാൻ അങ്ങനെ കരയും ഒക്കെ, പക്ഷെ ഞാൻ ഇങ്ങനെ ഫുൾ ഹാപ്പി, ഫുൾ ഓൺ. കാരണം എൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ വീട്ടുകാരുണ്ട്, ഞാൻ കൂടുതൽ അവരെയാണ് നോക്കണം.
അവരെന്താ റിയാക്ഷൻ? അവരുടെ റിയാക്ഷൻ എന്താണെന്ന് ഞാൻ കൂടുതലും നോക്കണം. അപ്പൊ അവര് കരച്ചിലാണ്. എനിക്ക് പക്ഷെ കരച്ചിൽ ആ സമയത്ത് വന്നില്ലായിരുന്നു. എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ എന്തോ ഒരു കാണുന്നത് നമ്മളാണത്. നമ്മളവിടെ കാണുന്ന ആൾക്കാര് ചിരിക്കണ്, അത് കണ്ടിട്ട് ആൾക്കാര് കൈയടിക്കണ ആൾക്കാര് തെറി വിളിച്ചാലും ആൾക്കാര് എന്താണെങ്കിലും ആൾക്കാർ എന്ത് പറഞ്ഞാലും അവരെന്നല്ലേ കാണണം. തെറി വിളിക്കണേലും സന്തോഷിക്കണേലും കൈയടിക്കണേലും സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. നമ്മൾ ഇത്രയും കാലം ചെയ്തതിനല്ലേ ചെയ്യാനും മാത്രം നമ്മൾ അവിടെ എത്തി. എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടല്ലോ, അതൊരു ഹാപ്പിനെസ് ആയിരുന്നു. ഓ എന്നെയാണത് ദൈവമേ. അപ്പോ വീട്ടുകാരും അവരും കാണണല്ലേ. ഞാൻ ഇപ്പോ എന്റെ ഫസ്റ്റ് ഓഡിഷൻ പറവേ. അതിന് മുമ്പ് ഞാൻ സ്കൂൾ ഡ്രാമാസ് ഒക്കെയാണ് ചെയ്യണതും കൂടുതലും. അപ്പൊ അതില് കിട്ടുന്ന അപ്രീസിയേഷൻ ഒക്കെ വെച്ചിട്ടാണ് എനിക്ക് ഓർമ്മ തൊട്ട് ഞാൻ അഭിനയിക്കുമായിരുന്നു. അഭിനയം ലൈക്ക് ഡാൻസ് ഒക്കെ ചെയ്യും അതിനായിട്ട്. അപ്പൊ ഡാൻസിങ്ങും അറിയാലോ, കാണ പോലെ അല്ലെന്ന് വെറുതെ. അപ്പൊ പറഞ്ഞ ഡാൻസിങ്ങും ഇങ്ങനെ ആ ഒരു ആർട്ടിസ്റ്റിക് സെഗ്മെന്റ്സിലൊക്കെ എനിക്ക് പ്രിഫറൻസസ് എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും കലയോടുള്ള എപ്പോഴും ഉണ്ടായി. അപ്പൊ എനിക്ക് നാടകം ചെയ്യണമെന്നും അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ക്ലാസ്സിലൊരു പ്ലേ ഉണ്ടെങ്കിൽ അതിൽ അഭിനയിക്കണമെന്നും അങ്ങനെയൊക്കെ ഉണ്ട്. പാട്ടാടാൻ മാത്രം എനിക്ക് അങ്ങനെ കഴിവില്ല. പക്ഷെ ഞാൻ അതെ റാപ്പ് മ്യൂസിക് പാടാറുണ്ട് ഇംഗ്ലീഷിൽ. നോക്കാം നമുക്ക് പതുക്കെ ലാസ്റ്റായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെറുപ്പം തൊട്ട് ഉള്ള ഒരു ആഗ്രഹം. പിന്നെ ആ സമയത്തും എനിക്ക് ഈ എല്ലാ ക്യാരക്ടറും ആവണം. എന്തെങ്കിലും വീട്ടുകാരെന്താവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടറാവണം. ഡോക്ടറാവണം. വേറെ മറ്റേ ലോയർ ആവണം. നീ നേരത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞല്ല, ഇപ്പൊ ലോയർ ആവണം, ഇപ്പൊ ആവണം. അപ്പൊ എനിക്ക് മനസ്സിലായി എല്ലാം ആവണം. അപ്പൊ നീ അഭിനയം ചെയ്താൽ മതി, അതായിരിക്കും നല്ലത്. അപ്പൊ അങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ, കോമഡി ആയിരുന്നു. പിന്നെ സ്കൂളിൽ കൂടുതലും ഇങ്ങനത്തെ പരിപാടികളാണ് ചെയ്തോണ്ടെന്ന് വെച്ചാൽ പഠിപ്പൊക്കെ എൻ്റെ ആവറേജ് ആണ്. മറ്റേ എബവ് ആവറേജ് സ്റ്റുഡൻ്റ് ഒന്നുമില്ല. എൻ്റെ ചേട്ടനാണ് ടോപ്പറാണ്. അതെ, ഏറ്റവും 10th 11th ഒക്കെ പുള്ളി ടോപ്പറായിരുന്നു, സ്റ്റേറ്റ് ടോപ്പറൊക്കെയാണ് എൻ്റെ. പക്ഷെ അങ്ങനത്തെ പ്രഷർ എനിക്ക് തന്നിട്ടില്ല അവർ, എൻ്റെ വീട്ടുകാർ. എൻ്റെ ചേട്ടൻ ഇങ്ങനെ നല്ല പഠിപ്പാണെന്നും പറഞ്ഞിട്ട് എനിക്ക് ആ പ്രഷർ. എനിക്ക് എന്താണ് പറ്റണം, ഇതാണ്, അപ്പൊ നീ ഇത് ചെയ്യ്, ഇത് പൊളിക്ക് അല്ലേ. അവരതാണ് ചെയ്തിട്ടുള്ളത്. സോ ഐ എം ഹാപ്പി. അവരോടൊരു എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആണ്. അങ്ങനെ ഒരു പരിപാടി നമ്മൾ ചോദ്യം തന്നെ നമ്മൾ മാറിപ്പോയി എവിടെയെങ്കിലും? ഇല്ലല്ലോ, കറക്റ്റ് അറിയില്ല പറയണം. അതെ, ഞാൻ എത്തിക്കാൻ നോക്കണാണ്. പക്ഷെ റിലേ പോയി, റിലേ പെട്ടതടിച്ചു പോയി. സ്കൂളിൽ പഠിക്കണം ഇപ്പൊ, ചത്താപ്പച്ചി അഭിനയിക്കാൻ സ്കൂളിൽ പഠിക്കാറ് ചെറുതായിട്ട് റിലേ പോയി. അതെല്ലാം അറിയാൻ വെച്ചല്ലോ എന്തായാലും. അതെ. സോ അടുത്തതും ഒരു ക്വിക്ക് ഫയർ. ആരാണ് ഈ നമ്മുടെ ഫിലിം റിലേറ്റഡ് ആണ് കേട്ടോ, ആൾക്കാരെ പറഞ്ഞാൽ മതി. Who ate the most on the set? What? Ate most on the set. വേദു എപ്പോഴും ഫുഡ് അടിക്കും. ബാക്കിയുള്ളവരും മറ്റേ ഡയറ്റും സാധനങ്ങളൊക്കെ നോക്കി. എല്ലാരും ഡയറ്റ് എടുത്തിരുന്നല്ലോ. പിന്നെ എല്ലാരും ഡയറ്റ് അല്ല, അവർക്ക് അവരുടെ ബോഡി പ്രിഫറൻസസ് എങ്ങനെ ആവണം അതനുസരിച്ചാണ് അവർ ചെയ്യണം. ചിലവർ ഇൻടേക്ക് ചെയ്തോണ്ടിരിക്കും. എനിക്ക് ബാലൻസ് ചെയ്തോണ്ടിരിക്കണം, വെയിറ്റ് കുറയാൻ പാടില്ല. ഒന്നാമത്തെ ഞാൻ ചെയ്യണ എക്സസൈസും ഈ പരിപാടികൾക്കൊക്കെ വെയിറ്റ് കുറയും, അത് കുറയാൻ പാടില്ല. അതിങ്ങനെ പിടിച്ചിങ്ങനെ ഇരിക്കണം. കൂടാനും പാടില്ല, കൂടണമെങ്കിൽ കൂടിക്കോന്നാണ്, കുറയാൻ പാടില്ല. പക്ഷെ ഞാൻ അധികം കൂടിപ്പില്ല, കാരണം നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടിരിക്കണം എപ്പോഴും. ആ ഒരു ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്തു, വെയിറ്റും കുറക്കാണ്ടിരുന്നു ആ ഒരു സമയത്ത്. Who was most scared during action scenes? I would say no one. No one. Yeah, everybody was all. I told you, right? We were all prepared. So nobody was there. Like nobody was scared of any action scenes. No. Okay. Next. Who ruined serious scenes by laughing? Who ruined serious scenes by laughing? ഞാൻ തന്നെ. ഞാനും വൈഷ്ണവൊക്കെ. ഞങ്ങൾ രണ്ടും അങ്ങോട്ട് ഇങ്ങനെ നോക്കി അപ്പച്ചിരിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടൊരു സീരിയസ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടോ,
അവിടെ കോമഡി പറഞ്ഞോണ്ടിരിക്കും. പിന്നെ അർജുൻ ചേട്ടനും അതൊക്കെ തന്നെ. അർജുൻ ചേട്ടൻ നമ്മളോട് കൂടും, എന്താണ് കോമഡി എന്ന് പറഞ്ഞിട്ട്. ഞാനെപ്പോഴും ആലോചിക്കുന്നത് അഭിനയിക്കുമ്പം ഇത്രയും സീരിയസ് ആയിട്ടൊക്കെ റെസ്ലർ ആയിട്ടൊക്കെ അഭിനയിക്കുവാണ്. അപ്പൊ നിങ്ങൾക്ക് ചിരി വരുമോ? എക്സ്പ്രഷൻ ഒക്കെ മാറുമ്പോ ഉറപ്പായിട്ടും വരും. വരുമല്ലേ? എന്റെയും ഗാർമെന്റ് ഫൈറ്റിലൊക്കെ ഫുൾ ടൈം ഞങ്ങൾ ടയർഡായിട്ടൊക്കെ ഇരിക്കണേ. പക്ഷെ എന്തെങ്കിലും കോമഡി നടക്കും. ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ എന്തെങ്കിലും അവരെന്തെങ്കിലും അവിടെ കോമഡി ചെയ്ത് അപ്പ ചിരിയാണ് ഇവിടെ. അവരെന്നാ അത്രയും സപ്പോർട്ടീവ് വേണ്ട. അവര് നമ്മ ഓരോ മൂവ് ചെയ്യുമ്പോ ആ പൊളി മൊത്തം പൊളിക്കണം കിടക്കണം നൈസ് സാധനം ചേട്ടാ താങ്ക് യു. ആ സാധനമൊക്കെ അടിക്കും അവർക്ക് പെട്ടെന്ന്. നൈസാണ് അവര്. അങ്ങനെ ചിരി വന്നിട്ട് എടുത്ത് എത്ര ടേക്ക് എടുത്ത എന്തെങ്കിലും സീൻ ഉണ്ടായിരുന്നു? ഞങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തേക്കുന്ന സീൻ മറ്റേ ടീസറിലുള്ള സ്റ്റണ്ണറില്ലേ, അതാണ് ഏറ്റവും കൂടുതൽ ടേക്ക് എടുത്തേക്കുന്ന സീൻ മൂവിയില്. എല്ലാരും ഒരുമിച്ചുള്ള സീൻ. അപ്പൊ അത് ഫുൾ ടൈം ശരിയാണ്. കാരണം ഞങ്ങൾ ഓരോ മറ്റേ ചാലഞ്ച് വെച്ചിട്ടാണ് ചെയ്യണത്. ഓരോരുത്തരോട് ഇത്ര 5 ഡേക്ക് സെറ്റ്, മറ്റേ 12, മറ്റേ 20, 32, 33 പോയി. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് വൺ. ഷൂട്ടിംഗ് സെറ്റില് ഏറ്റവും കൂടുതൽ ബോഡി ബിൽഡിംഗ് ടിപ്സ് തന്നിട്ടുള്ള ആര്? ബോഡി ബിൽഡിംഗ് ടിപ്സ് ഓഫ് കോഴ്സ് 3 നേരം പൊളിയാണ്. പക്ഷെ കൂടുതലും ഈ ടിപ്സ് തന്നെ ആള് അർജുൻ ചേട്ടനാണ്. ബോഡിയുടെ കാര്യത്തിൽ അർജുൻ ചേട്ടനാണ് എപ്പോഴും. അർജുൻ ചേട്ടൻ തന്നെ കൊണ്ടുവരും കുറെ പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉണ്ടാവും. അർജുൻ ചേട്ടൻ മറ്റൊരു ലാബാണ്. പുള്ളി ഒരു ബാഗ് ഇടുന്ന നോക്കും, മറ്റേ ക്രിയാറ്റിൻ പ്രോട്ടീൻ എല്ലാ സാധനവും ഉണ്ടാവും. പുള്ളി എന്നിട്ട് പറയാ ഏത് എക്സസൈസ്, ഈ എക്സസൈസ് ചെയ്താൽ നൈസ് ആയിരിക്കും, ഈ ഏരിയ പമ്പാക്കാൻ വേണ്ടി ഒരു വീഡിയോ ഒക്കെ വന്നല്ലോ അർജുൻ ചേട്ടൻ്റെ ഡംബിൾസ് ഒക്കെ. പിന്നെ അത്രയും പണ്ടല്ലേ പുള്ളി എല്ലാരും ശ്രദ്ധയുടെ ആയിരുന്നു. എല്ലാരും ഭയങ്കര മസിലായിരുന്നു. അടിപൊളിയായിരുന്നു. ഗെയിം കഴിഞ്ഞു, ഇനി നമുക്ക് ടാസ്കിലോട്ട് കിടക്കാം. ടാസ്കോ എന്താണ്? നേരത്തെ പറഞ്ഞു. ഏത് ഒണിലാണോ? അയ്യോ അത് ഇപ്പൊ എനിക്ക് അറിയാലോ എനിക്ക് എന്താണെന്ന്. ആ ഒരു സാധനം നോക്കട്ടെ. I create a monster. Because nobody want to see motion no more. They want shady. I'm chopped liver. Well, if you want shady, this is what I give you. A little bit of weed, mix some malt liquor. Some walker jump stop my heart quicker than a shark when I get shot at the hospital. But the doctor, when I'm cooperating, one rock in the table, but it's operating. Hey, you really don't stop debating because I'm back on the rag and ovulating. I know you got a job, Miss Cheney, but your husband's heart problem's complicating. So the FCC won't let me be or let me be me, so let me see. They try to shut me down on MTV, but it feels so empty without me, so... കുറച്ച് പനി പിടിച്ചാണ് കുറച്ച് വന്ന് എന്നാലും സെറ്റാക്കി ചേർന്ന് വന്ന് അതെങ്ങനെയൊക്കെ ഒപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. താങ്ക് യു. പരമാവധി ശ്രമിച്ച്. ദൈവമേ പനിയാണ് ആരും ഒന്നും വിചാരിക്കും. സോ ഇനി എന്താണ് ഫ്യൂച്ചർ പരിപാടികൾ? ഫ്യൂച്ചർ ഇതൊക്കെ തന്നെ സെറ്റാക്കണം. അടുത്ത വർക്ക്സ് ഒക്കെ എങ്ങനെയാണ്? ഓഡീഷൻസ് അറ്റൻഡ് ചെയ്ത് ഓഡീഷൻസ് അയക്കണം. ഞാനിപ്പോ നിലവിൽ ചത്താപ്പാച്ചയ്ക്ക് വേണ്ടി മൊത്തം കൊടുത്തു വെച്ചേക്കാണ്. അതൊന്ന് ചത്താപ്പാച്ചയുടെ എല്ലാം കഴിഞ്ഞിട്ട് മൈൻഡ് ഒന്ന് സൂപ്പറിനൊക്കെ ഒന്ന് വിട്ടിട്ട് ഇപ്പോഴും കൊമ്പനും സൂപ്പറിനൊക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറിയിട്ട് പതുക്കെ ഇപ്പോഴും അതിനകത്തുള്ള ക്യാരക്ടറോ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോ കടൽക്കൊമ്പൻ ആവാറുണ്ടോ? കടൽക്കൊമ്പനാവാറുണ്ടോന്ന്? പെട്ടെന്ന് ദേഷ്യമൊക്കെ പടം റിലീസിന് ശേഷം കടൽക്കൊമ്പനായിട്ടില്ല. കാരണം എല്ലാരും നല്ലവരാ. അവൻ്റെ നല്ല റെസ്പോൺസസ്. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ ആയിട്ടില്ല. ഈ ഇന്റർവ്യൂ കാരണം എന്തെങ്കിലും വന്നതിന് ചിലപ്പോ ആവും. കുഴപ്പമില്ല, അപ്പോഴത്തേക്കും കടൽക്കൊമ്പനായ മതി. അതെ, ചേട്ടനെ എടുത്തിറങ്ങിയ പോലെ. അതെ. ഓക്കെ, എന്തായാലും അടിപൊളിയായിരുന്നു ഡാറ്റു. ഇത്ര നേരം ഞാൻ ബോറടിപ്പിച്ചില്ല എന്ന് തോന്നുന്നു. ഞാൻ ബോറടിപ്പിച്ചോ? കിട്ടിയല്ലേ? എനിക്ക് കിട്ടാനൊക്കെ കിട്ടിയെന്നൊക്കെ. ഓക്കെ, എന്തായാലും കടൽക്കൊമ്പനായിട്ട് അടിച്ചു പൊളിച്ചു. ഇനിയും അതുപോലത്തെ അടിപൊളി ക്യാരക്ടേഴ്സ് ഒക്കെ ആയിട്ട് വരട്ടെ. അതുപോലെ തന്നെ നമുക്ക് അത് ഇതുപോലെ മീറ്റ് ചെയ്യണം, ഇന്ററാക്ട് ചെയ്യണം. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.